പ്രിയമുള്ള സുഹൃത്തേ, ശാസ്ത്രപ്രചരണവേദിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. നമ്മൾ പരിണാമത്തിലേക്ക് നയിക്കുന്ന മെക്കാനിസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറൽ സെലക്ഷൻ എന്തെന്ന് ഇന്ന് പരിശോധിക്കുകയാണ്. ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ഇതുപോലെ സൃഷ്ടിക്കപ്പെട്ട് പരിപാലിക്കപ്പെടുന്നു എന്നാണ് മതങ്ങൾ വാദിക്കുന്നത്. മുയലുകൾ പെറ്റുപെരുകുന്നത് അവ കുറുക്കന് ആഹാരത്തിനു വേണ്ടിയിട്ടാണ്. എല്ലാ ജീവജാലങ്ങളുടെയും പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. ഇത് ശരിയല്ല. ഒരുപാട് ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. അനേകം ജീവജാലങ്ങൾ വംശനാശത്തിൻ്റെ വക്കിലാണ്. മതവാദത്തിന് എതിരായി എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന രീതിയിലാണ് പരിണാമവാദം നിലനിൽക്കുന്നത്. പരിണാമവാദത്തിൻ്റെ മെക്കാനിസങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ്. നാച്ചുറൽ സെലക്ഷൻ എന്ന് കേൾക്കുമ്പോൾ സെലക്ഷൻ, തിരഞ്ഞെടുക്കാൻ ഒരു ശക്തി വേണ്ടേ എന്നൊരു സംശയം ന്യായമായും നമുക്ക് തോന്നാം. ഇവിടെ പ്രകൃതി വേറിട്ട ഒരു ശക്തിയായി നിന്ന് ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി സെലക്ഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ തലഭാഗം മുകളിലേക്ക് വരുന്നത് അവിടെ ആരും സെലക്ട് ചെയ്തിട്ടല്ല, അത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് അന്നും ഇന്നും പാത്രീഭൂതമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനിട്ട പേര് തന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. എങ്കിൽ ഈ നാച്ചുറൽ സെലക്ഷൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത് പരിണാമത്തെ നമ്മൾ ഒരു കാറിനോട് ഉപമിക്കാമെങ്കിൽ അതിൻ്റെ എൻജിനാണ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത്. ഡാർവിനും ആൽഫ്രഡ് റസൽ വാലസും കൂടി മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണല്ലോ പരിണാമ സിദ്ധാന്തം. അതിനു മുമ്പ് ലാമാർക്ക് ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. നാച്ചുറൽ സെലക്ഷൻ മനസ്സിലാക്കുവാൻ ലാമാർക്കിൻ്റെ സിദ്ധാന്തം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലാമാർക്ക് പറഞ്ഞ സിദ്ധാന്തത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ അദ്ദേഹം പറഞ്ഞ ജിറാഫിൻ്റെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. കഴുത്തിന് നീളം കുറഞ്ഞ ജിറാഫുകൾ പൊക്കത്തിൽ നിൽക്കുന്ന ഇലകളെ പറിച്ചു തിന്നുവാൻ വേണ്ടിയിട്ട് കാലുന്തി കഴുത്ത് നീട്ടി, അങ്ങനെ തലമുറയായി ജിറാഫുകൾ കഴുത്തു നീട്ടിയാണ് കഴുത്തു നീണ്ട ജിറാഫുകൾ ഉണ്ടായതെന്നും അവയുടെ സന്തതി പരമ്പരകളാണ് ഇന്നു കാണുന്ന ജിറാഫുകളെന്നുമെന്നാണ് ലാമാർക്ക് സിദ്ധാന്തിച്ചിരുന്നത്. എന്നാൽ ഇത് ശാസ്ത്രലോകം അംഗീകരിക്കുന്നില്ല. ഇത് ശാസ്ത്രീയമായ പിന്തുണ, ശാസ്ത്രീയമായ തെളിവുകൾ ഇതിനില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. എന്നാൽ എന്താണ് നാച്ചുറൽ സെലക്ഷൻ? നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി ഒരു ജീവിയിൽ മ്യൂട്ടേഷൻ സംഭവിക്കണം. ഒരു പട്ടിക്കുട്ടിയെ പ്രസവിക്കൂ. ഒരു കഴുത ജന്മം നൽകുന്നത് ഒരു കഴുതയ്ക്ക് തന്നെ ആയിരിക്കും. എന്നാൽ
ഈ പട്ടിക്കുട്ടിയിലോ അല്ലെങ്കിൽ ഒരു കുതിരക്കുട്ടിയിലോ മ്യൂട്ടേഷൻ ഉണ്ടാകുമെങ്കിൽ, വ്യതിയാനങ്ങൾ സംഭവിക്കുമെങ്കിൽ, ജീൻ കോഡിൽ വ്യതിയാനം സംഭവിക്കുമെങ്കിൽ, ഒരു ജീവി എങ്ങനെ ആയിരിക്കണമെന്ന് അടക്കം ചെയ്ത എല്ലാ വിവരങ്ങളും അടക്കം ചെയ്ത ജീൻ കോഡുകളിൽ സ്വാഭാവികമായി വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ ഇടവരുകയാണെങ്കിൽ അത് മ്യൂട്ടേഷന് വേണ്ട പരിസ്ഥിതി ഒരുങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു മത്സ്യം ഒരു തവളയായി മാറാനുള്ള സാധ്യതയുണ്ട്. ദിനോസറുകളിൽ നിന്നാണ് പക്ഷികൾ രൂപപ്പെട്ടു വന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഒരു ആമയിൽ നിന്ന് ഒരു പക്ഷി രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞു വരാൻ അതിനു മുമ്പുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ ശാരീരിക ഘടന ഒരു പ്രധാന ഘടകം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ശരീരഘടനയുള്ള ഒരു ജീവിക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് പരിണാമത്തിൻ്റെ ദിശ ഒരുങ്ങിക്കിട്ടുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, മ്യൂട്ടേഷൻ സംഭവിച്ചാൽ പോരാ, പല മ്യൂട്ടേഷനുകളും ഉപകാരപ്രദമല്ല. അങ്ങനെ ഉപകാരപ്രദമായ മ്യൂട്ടേഷൻ സംഭവിക്കുമെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് പകരാനുള്ള വൈഭവം, കഴിവ് കൂടി ആ ജീവിക്ക് വേണമെന്നുള്ളത് നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കാൻ വേണ്ട നിദാന ഘടകങ്ങളിൽ ഒന്നുകൂടിയാണ്. കൂടാതെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിരിക്കണം ഈ മ്യൂട്ടേഷൻ. ആഹാരത്തിൻ്റെ ലഭ്യത, ആഹാരത്തിന് വേണ്ടിയുള്ള മത്സരം, അതിജീവിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കാൻ വേണ്ട സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളില്ലെങ്കിൽ ആ ജീവി വംശനാശം നേരിട്ട് പോകും എന്നുള്ളത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യം തന്നെയാണ്. ഇതൊക്കെ ഒത്തിണങ്ങി വന്നാൽ അവിടെ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നു. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഒന്ന്, ഒരു ചെറുതരം വണ്ടുകളെയാണ് നമ്മളിന്ന് ഇവിടെ പരിശോധിക്കുന്നത്. പച്ചവണ്ടുകൾ, പ്രകൃതിയിൽ ഉണ്ടായിരുന്ന പച്ചവണ്ടുകൾ. ഈ പച്ചവണ്ടുകളുടെ സന്തതികളിൽ ചിലവയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അവ ബ്രൗൺ നിറത്തിലുള്ള വണ്ടുകളായി മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പച്ചവണ്ടുകളെ ഇരപിടിയന്മാർക്ക് പരിചയമുണ്ടായിരുന്നത് കൊണ്ട് ഇരപിടിയന്മാർ തിരഞ്ഞെടുക്കാൻ സാധ്യത കൂടുതൽ പച്ചവണ്ടുകളെയാണ്. അങ്ങനെ പച്ചവണ്ടുകളുടെ വ്യാപനം അവയ്ക്ക് സന്താനം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട്, ഇരപിടിയന്മാർ ഭക്ഷിച്ചു പോകുന്നത് കൊണ്ട് അവയുടെ വ്യാപനം തടയപ്പെടുകയും കാലക്രമേണ ബ്രൗൺ വണ്ടുകൾ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രീതി സംജാതമാണ്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന്, പച്ചവണ്ടുകളുടെ സന്തതികളിൽ വ്യതിയാനമുണ്ടായി അത് ബ്രൗൺ നിറത്തിലുള്ള വണ്ടുകളായി മാറുന്നു. അപ്പോൾ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. 2, പരിസ്ഥിതിക്ക് അനുകൂലമായി ഇരപിടിയന്മാരിൽ നിന്നും രക്ഷ നേടാനുള്ള അനുകൂല ഘടകമുള്ളത് കൊണ്ട് ബ്രൗൺ വണ്ടുകളുടെ ആധിപത്യം ഉണ്ടാകുന്നു എന്നുള്ളത് നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ്. അതുപോലെ മറ്റൊന്നാണ്, നമ്മൾക്ക് ഇതൊക്കെ അനുഭവവേദ്യമായ നമ്മൾ ഈ പ്രകൃതിയിൽ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. കൊതുകിൻ്റെ ശല്യം കാരണം നമ്മളത് നിർമ്മാർജ്ജനം ചെയ്യാൻ എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു. പണ്ട് നമ്മൾ DDT തളിച്ച് കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു. അന്ന് ഒരുപാട് കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. എന്നാൽ DDTയെ അതിജീവിക്കാൻ പാകത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച കേൾപ്പുണ്ടായിരുന്ന കൊതുകുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവ അതിജീവിച്ച് DDT തളിച്ചപ്പോൾ DDTയുടെ നശീകരണ പ്രവണതയെ അതിജീവിച്ചുകൊണ്ട് അവ വീണ്ടും വംശവർധന നടത്തിയത് കൊണ്ടാണ് ഇന്ന് നമ്മെ പേടിപ്പെടുത്തുന്ന കൊതുകുകൾ നമുക്ക് ചുറ്റും ഡെങ്കിപ്പനിയുമായി പാറി പറന്നു കളിക്കുന്നത്. ഇതേപോലെ ചേർത്തു വായിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ആൻറ്റിബാക്ടീരിയകളുടെ ഉപയോഗം. നമ്മുടെ പല ആശുപത്രികളിലും ഇന്ന് ആൻറ്റിബയോട്ടിക്കുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിച്ചു വരും.